ഹലോ ഗായ്സ്, ദിസ് ഈസ് മീ ഗൗതം ആൻഡ് യു ഗൈസ് ആർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ ഡ്രീം റോവർ. ഞാനിപ്പോൾ ഉള്ളത് ജർമ്മനിയിലെ വാറൻമുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ ടൗണാണ്. ഞാൻ എൻ്റെ ഷിപ്പിൻ്റെ അന്ന് പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ തന്നെ ആസ് ഓൾവേസ് ഇപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഒരു ചെറിയ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണുക, വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഓക്കെ, ഇവിടുന്ന് പോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പം തന്നെ സൈഡിലായിട്ട് ഒരുപാട് ചെറിയ ആർട്ട് ഉണ്ട് കേട്ടോ, മണ്ണുകൊണ്ട് ഉണ്ടാക്കി. അപ്പോൾ അത് ഫുള്ള് മുഴുവനായിട്ട് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഞാനില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇവിടെ ശരിക്കും ഒരു ദേവീൻ്റെ പ്രതിമയായിരുന്നു ഉണ്ടായത്. ഞാൻ സത്യം പറഞ്ഞാൽ അത് ഇവിടെ ഉണ്ടാവും എന്ന് വെച്ചിട്ടാണ് വന്നത്. പക്ഷേ അത് ഇവിടുന്ന് ഒരു മാറ്റി ഒരു മീനിൻ്റെ മേലെ ഒരു തവള ഇരുന്ന് പോകുന്നു. ഭയങ്കര ഒരു കയ്യൊക്കെ ഉള്ള ഒരു തവള. ഗൈസ്, ഇവിടെ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നടന്നാൽ തന്നെ ചെറിയൊരു ഫുഡ് കോർട്ടും ഈ ഒരു ജയൻ വീലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് ഇറക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഉള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഗൈസ്, ഈ ഒരു സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ പല പല ഡിഫറെൻറ്റ് വണ്ടികളൊക്കെ ആയിട്ട് സൈക്കിള്, ബൈക്ക്. ഗൈസ്, ഈ ഒരു സൈക്കിൾ നമ്മുടെ നാട്ടിലത്തെ സൈക്കിൾമാരല്ല കേട്ടോ. ഈ സൈക്കിൾ ഓടിക്കണമെങ്കിൽ 3 ആൾക്കാരെങ്കിലും വേണം. കുറച്ചില്ലാത്ത കാര്യം എന്തെങ്കിലും പറഞ്ഞു നോക്കാം. ഗൈസ്, ഇപ്പം ഞാൻ ഇവിടെയുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സ്ട്രീറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്ട്രീറ്റിൽ ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്, ഒരുപാട് ചെറിയ ചെറിയ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, നമ്മളെ മറ്റേ ചേട്ടനാ സ്റ്റാച്ചു ആയി നിൽക്കുന്നത്. ജർമ്മനിയിലെ വാർണമുണ്ടിലൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ മലയാളി സുഹൃത്തുക്കളായ 3 പേര് കൂടെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റ് സീസൺ ആയതിനാൽ ധാരാളം വിദേശികളും സ്വദേശികളുമായ ടൂറിസ്റ്റുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്തൊരാളിരിക്കുന്നുണ്ട് കേട്ടോ. ചേട്ടൻ്റെ കഴിവിൻ്റെ പകുതി കഴിവ് എനിക്കുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ വേറെ എവിടെ എത്തിപ്പോര്. ഗൈസ്, ഇത് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ടൗണാണ് കേട്ടോ. ഭയങ്കര കളർഫുള്ളാണ്, ഭയങ്കര ആർക്കിടെക്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുട്ടി ചിത്രം വരച്ച മാതിരിയൊക്കെ ഉണ്ട്. ആ ബിൽഡിങ്ങിലൊക്കെ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു പ്രത്യേകതരം ആർക്കിടെക്ചറാണ്, മുഴുവൻ പൂവൊക്കെ ആയിട്ട്. ഗൈസ്, ഇവിടെ ഒരു ഫേമസ് ആയ പള്ളിയുണ്ട്. അപ്പോൾ ആ പള്ളിയിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പള്ളിയിൽ പോയിട്ട് പള്ളീൻ്റെ അകത്ത് കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഞങ്ങളൊന്ന് കയറിയിട്ട് പള്ളീൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് പള്ളി മണി. ഇത് പഴയതാണ്, ഇപ്പം പുതിയ ടെക്നോളജിയൊക്കെ ആയിരിക്കും. പക്ഷേ പഴയത് ഇപ്പോഴും അവർ പുറത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. ജർമ്മനി ആണെങ്കിലും മുമ്പ് തന്നെ ഒരു പിച്ചക്കാരനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, ഇവിടെ ചോക്ലേറ്റിനൊക്കെ ഭയങ്കര വില കുറവാണ്. അപ്പോൾ ഞങ്ങളെ ഷിപ്പിലുള്ളവരൊക്കെ ഇവിടെ സത്യം പറഞ്ഞാൽ വരുന്നത് ചോക്ലേറ്റ് മേടിക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഓൾറെഡി അവരെല്ലാവരും മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കട്ടെ. എനിക്കൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഇവിടെ നിന്ന് ഒരു കമ്പനിക്ക് കയറി നോക്കാന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.
നമുക്ക് വീട്ടിൽ പോകാൻ ഇനിയും 3 മാസം കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ചോക്ലേറ്റ് മേടിച്ചിട്ട് വെറുതെ ഞാൻ തന്നെ കഴിക്കലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അധികം ചോക്ലേറ്റ് ആ ഷോപ്പിൽ സമയം കളഞ്ഞില്ല. പുറത്ത് നടക്കാൻ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, it's okay, no problem. ഗൈസ്, നേരത്തെ കണ്ടത് ഒരു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ആട്ടോ. ഇപ്പം ഞാൻ കയറാൻ പോകുന്ന സ്ട്രീറ്റ് ശരിക്കും നമ്മളെ കാർട്ടൂണിലൊക്കെ കാണുന്ന മാതിരി നല്ലൊരു എന്തോ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ളൊരു ഭയങ്കര ഒരു പ്രത്യേകതരം ഭംഗിയുള്ള ഒരു ആർക്കിടെക്ചർ തന്നെയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അതായത് ഒരു കാർട്ടൂണിൻ്റെ ഉള്ളിലൊക്കെ എത്തിയ മാതിരിയുണ്ട് കാണാൻ ശരിക്കും. ഇവിടെ ഞങ്ങൾ മുമ്പ് വന്നപ്പോഴും ഒരു ടർക്കിഷുകാരൻ്റെ കബാബ് കട ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഫുഡ് കഴിക്കാറ്. ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് 3 സ്പൈസി ആയിട്ടുള്ള കബാബ് കഴിക്കണം. അതാണ് അടുത്ത പരിപാടി. சும்மா போட்டு ராவா குக் பண்றது, சால்ட் மட்டும் போட்டு ராவா குக் பண்றது. இப்போ தலைவர் வந்தார், அவர் டெய்லி 2 சேலன் அவருக்கா லேடிஸ்க்கா எனக்கு தெரியல. ഇതിന് ഇവിടുത്തെ 8 യൂറോ ആട്ടോ കൊടുത്തത്. 8 യൂറോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു യൂറോയ്ക്കൊക്കെ ഭയങ്കര പൈസയാണ്. നമുക്ക് യൂറോ ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഇത്ര വിഷമം ഉണ്ടാവില്ല. പക്ഷേ യൂറോ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഏകദേശം 800 രൂപേൻ്റെ അടുത്തായിട്ടുണ്ട് ഈ ഒരു കബാബ്. നാട്ടിലത്തെ പൈസ നോക്കുകയാണെങ്കിൽ കടിയിടാ. നല്ല രുചിയുണ്ട്. ഇത് വന്ന് രാജവേല്, ഇത് വന്ന് സരവണ, നമ്മളെ തമിഴ് ഫ്രണ്ട്സ്. ഗൈസ്, അങ്ങനെ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഞങ്ങൾ നടന്ന് തിരിച്ച് ഷിപ്പിലെത്തി, നമ്മൾ ഷിപ്പ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ മതി. നോട്ടിഫിക്കേഷൻ അമർത്താമെന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ വളർന്നു വരുന്ന ചാനലാണ്. എന്നാലും ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് യു ക്യാൻ പ്രസ് ദാറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ. അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണുന്നവരെ ദിസ് ഈസ് മീ ഗൗതം രാജ് സൈനിങ് ഓഫ്.